നമ്മളിന്നിവിടെ ക്രിസ്പി ആയിട്ടുള്ള ഒനിയൻ കാബേജ് പക്കോടയാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ ഒനിയനും കാബേജും പച്ചമുളകും നല്ല നൈസായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഒനിയനിട്ടു, അതിലേക്ക് കാബേജ് അരിഞ്ഞ് വെച്ചിട്ടു, അതിൻ്റെ മുകളിലിട്ട് പച്ചമുളക് ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണത്തിന് ഇടാം. നമ്മുടെ എരിവിനും ഉപ്പിനും അനുസരിച്ചിട്ട് നമുക്ക് ഇടാം. എന്നിട്ട് ഇത് വിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവും വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിൽ മൈദമാവും 2 ടീസ്പൂൺ ഗോതമ്പ് മാവുമാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈവച്ച് കുഴയ്ക്കുകയാണ് ചെയ്യുന്നത്. നന്നായി കുഴച്ചതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിലാക്കുമ്പോൾ ഒരു ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായി കുഴയ്ക്കുക. ഇത് കുഴച്ചിട്ട് ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഓരോ ടീസ്പൂൺ വീതം നമുക്ക് കണക്കിന് ഓരോ ടീസ്പൂൺ കണക്കിന് നമുക്കിതിന് ഷേപ്പൊന്നുമില്ല. പക്കോട ചെയ്തുകൊണ്ട് ഇതിന് ഷേപ്പൊന്നുമില്ല. ഓരോ ടീസ്പൂണിൽ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഒനിയൻ കാബേജ് പക്കോട റെഡി ആയിട്ടുണ്ട്. ചൂട് ചൂട് കട്ടൻ കാപ്പിയുടെ കൂടി മഴക്കാലത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്.